ഇത് ബേസിക് സർക്യൂട്ട് അനാലിസിസിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താ പറയുന്നത്, ഒരു സർക്യൂട്ട് ഉണ്ട്, സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കുറെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. V1 എന്ന് പറഞ്ഞാൽ ഈ മേലുള്ള 2 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. V2 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 2 ഓം റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. V1 V2 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, KCLോ KVLോ ലൈക്ക് മെഷ് അനാലിസിസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോഡൽ അനാലിസിസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. V1 ഉം V2 കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ, ഈ മേലത്തെ 2 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ ഈ V1 കിട്ടുമല്ലോ. അതേപോലെ ഇതാ ഈ 2 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ V2 കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് നോഡൽ അനാലിസിസ് ഒന്ന് ട്രൈ ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് ട്രൈ നോഡൽ അനാലിസിസ്. ഇപ്പൊ നിങ്ങൾ V1 V2 എന്നുള്ള പേരുകളൊന്നും ഓർക്കണ്ട. ഇപ്പൊ ഈ സർക്യൂട്ടിൽ നിന്ന് നിങ്ങൾ V1 എന്താണ് V2 എന്താന്നുള്ളത് മറന്നു കളയുക. ഡിപെൻഡന്റ് സോഴ്സ് ഒന്നും ഇല്ലല്ലോ, ഒരു ഡിപെൻഡന്റ് സോഴ്സ് ഉള്ളൂ, ഇൻഡിപെൻഡന്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അതൊക്കെ മറന്നേക്കുക. ഒരു 12 വോൾട്ട് സോഴ്സും കുറെ റെസിസ്റ്റേഴ്സും ഉണ്ട്. നമ്മുടെ ഈ വേണ്ട ബ്രാഞ്ചിലും ഈ വേണ്ട ബ്രാഞ്ചിലുള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ അത് ഇൻഡു റെസിസ്റ്റൻസ് ചെയ്താൽ ഡ്രോപ്പ് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മുടെ റെഫറൻസ് നോഡാണ്. ഇത് 0 വോൾട്ട് ആണല്ലോ, ഗ്രൗണ്ട്. ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 0 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 0 വോൾട്ട്. ഓക്കെ, കാരണം എന്താ, ഇവിടെയുള്ളത് തന്നെ ഡയറക്ട്ലി ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ അല്ലേ. ഓക്കെ, ഇനി ഇത് 0 വോൾട്ട് ആണ്. ഇവിടെ ഒരു 12 വോൾട്ടിന് ഡ്രോപ്പ് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു നോഡിൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 + 12 മൈനസ് പ്ലസ്, ഇവിടുന്ന് പോകുമ്പോൾ 0 + 12, ഇവിടെ 12 വോൾട്ട് ആണ്. ഓക്കെ, എത്ര നോഡ് ഉണ്ട് മൊത്തം? ഇതൊക്കെ കൂടി ഒരു നോഡ്, പിന്നെ ഇവിടെ ഒരു നോഡ് ഉണ്ട്, ഇവിടെ ഒരു നോഡ് ഉണ്ട്, പിന്നെ 12 വോൾട്ട്. ഓക്കെ, ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ 2 ഓം കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടത്തെ വോൾട്ടേജും ഇവിടത്തെ വോൾട്ടേജും, ഇപ്പോൾ ഞാനൊരു പേര് കൊടുക്കാം. ഇത് നോഡ് X എന്ന് പേര് കൊടുക്കാം, ഇവിടെ നോഡ് Y എന്ന് പേര് കൊടുക്കാം. ഈ 2 ഓം കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 12 - y/2 കണ്ടുപിടിക്കാലോ. ഓക്കെ, ഈ 2 ഓം കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ലെറ്റ് മീ യൂസ് ദ ഹൈലൈറ്റർ. നോക്ക്, ഈ 2 ഓം കൂടെയുള്ള കറണ്ട് ആണ് അവർ കണ്ടുപിടിക്കുക. ഈ 2 ഓം കൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V2 എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ ഇൻറ്റു 2 ചെയ്താൽ V2 കിട്ടും. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ y - 0/2 ചെയ്താൽ മതി. അതുപോലെ മേലെ പോകുന്ന ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് V1. ഇത് കൂടെ പോകുന്ന കറണ്ട് എന്താണ്? 12 - y/2. അപ്പൊ നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചാൽ എന്തായി? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം 0 വോൾട്ട് ആണ്, ഇവിടെ 12 വോൾട്ട് ആണ്. ഇത് രണ്ടും നമുക്ക് അറിയില്ല, നമ്മൾ എക്സ് വൈ എന്ന് എടുക്കുന്നു. ഇത് നമ്മൾ നോഡൽ അനാലിസിസ് എക്സിലും വൈയിലും അപ്ലൈ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ചേഞ്ച് ദ കളർ. അപ്ലൈ KCL at നോഡ് എക്സ്. ഓക്കെ, എക്സിന്റെ കേസിൽ എത്ര, എക്സ് എന്ന് പറയുന്ന നോഡ് നോക്ക്, ഈ നോഡാണ്. ഇതിലേക്ക് എത്ര പാത്സ് ഉണ്ട്? ഈ ജംഗ്ഷനിൽ എത്ര പാത്ത് വരുന്നുണ്ട്? 3 ഉണ്ട്. അസ്യൂം 3 ഔട്ട് ഗോയിങ് ആണ് അസ്യൂം ചെയ്യുക. സിഗ്മ ഔട്ട് ഗോയിങ് ഈക്വൽ ടു സിഗ്മ ഇൻകമിംഗ് എന്നാണ് KCL പറയുന്നത്. ഇവിടെ ഇൻകമിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിഗ്മ ഔട്ട് ഗോയിങ് 0 ആണ് അല്ലെ. നോഡ് എക്സ് ആണ്, ഇത് നോഡ് എക്സ് ആണ്. ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എത്രയാണ്? x - 12/2. x - 12/2, അതായത് നോഡ് എക്സ് ഇങ്ങോട്ടും കറണ്ട് പോവും, ഇങ്ങോട്ടും കറണ്ട് പോവും, ഇങ്ങോട്ടും കറണ്ട് പോവും എന്ന് അസ്യൂം ചെയ്യുക. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന കറണ്ട് എത്രയാണ്? x - 12/2. താഴത്തോട്ട് പോകുന്നത് എത്രയാണ്? x - 0/2. വലത്തോട്ട് പോകുന്നത് എത്രയാണ്? x - y/2. ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് ദാറ്റ്. x - 12/2 പ്ലസ് x - 0/2 പ്ലസ് x - y/2 ഈക്വൽ ടു 0. അപ്പൊ 2 എല്ലാം കൂടി അങ്ങോട്ട് പോവാ അല്ലെ. 2x 3x - y ഈക്വൽ ടു 12. ദാറ്റ് ഇസ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഇവിടെ ഈ നോഡിൽ KCL അപ്ലൈ ചെയ്താലോ. അപ്ലൈ
KCL at നോഡ് y. നോഡ് വൈയിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നോഡ് y അല്ലേ? സോറി, നോഡ് y അല്ലെങ്കിൽ ജംഗ്ഷൻ y എന്നൊക്കെ പറയും. ഇതിലോട്ട് എത്ര കറണ്ട് ഏതൊക്കെ ഭാഗത്തുനിന്ന് വരും? ഒന്ന് ഈ ഭാഗം, ഒന്ന് മേലെ, ഒന്ന് താഴെ. ഈ മൂന്ന് പാത്ത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് എല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് അസ്യൂം ചെയ്യാം. അതായത് y - x/2, y - 12/2, y - 0/2. എല്ലാം ഔട്ട് ഗോയിങ് നമുക്ക് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. അതെങ്ങനെയാണ്? y - x/2 plus y/2 plus y - 12/2 equal to 0. 3y - x equal to 12 അല്ലേ? 3y - x equal to 12. Equation number 1. 3y - x equal to 12. നമ്മൾ ഇനി x y കണ്ടുപിടിച്ചാൽ പോരെ? ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 3x - y equal to 12. 3y - x equal to 12. നമുക്ക് ഇതൊന്ന് 3x - 12 equal to y എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 3 into y എന്താണ്? 3x - 12 - x equal to 12. 3 into 3 9x - 36 - x equal to 12 അല്ലേ? 9x 8x equal to 36 plus 12 48. Okay, x equal to 48/8. 48/8 എത്രയാണ്? x കണ്ടുപിടിച്ച ശേഷം y യും കണ്ടുപിടിക്കാം. ഓക്കെ, സോ 6 ആണ് വരുന്നത് x ന്റെ വാല്യൂ. 6 വോൾട്ട് ആണ് x വരുന്നത്. x 6 ആണെങ്കിൽ y എന്താണ്? x 6 ആണെങ്കിൽ y എന്താണ്? 3 into 6 minus 12. 18 minus 12 6 വോൾട്ട്. അപ്പോ എക്സും 6 വോൾട്ട് ആണ്. അങ്ങനെ കിട്ടും. y is equal to 3x minus 12. x 6 ആണെങ്കിൽ 3 into 6 18 minus 12 6 വോൾട്ട് ആണ്. അപ്പൊ x 6 വോൾട്ട് ആണ്. y 6 വോൾട്ട് ആണെങ്കിൽ നോക്ക്, എക്സും വൈയും 6 വോൾട്ടാ. ഇതും 6 വോൾട്ട് ആണ്, ഇതും 6 വോൾട്ട് ആണ്. അപ്പൊ ഈ കറണ്ട് എന്താ? ഈ 2 ohm കൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കും. 6/2 ഇത് കൂടെ പോകുന്ന കറണ്ട് 3 ആംപിയർ ആയിരിക്കും. അതുപോലെ ഇത് കൂടെ പോകുന്ന കറണ്ട് 12 - 6 എത്രയാണ്? 12 - 6 6. 6/2 3 ആംപിയർ ആയിരിക്കും. അപ്പൊ ഇത് കൂടുതലുള്ള ഡ്രോപ്പ് എത്രയാണ്? 3 ആംപിയർ കറണ്ട് ആണ് 2 ohm കൂടെ പോകുന്നത്. അപ്പൊ 6 വോൾട്ട് ആയിരിക്കും. ഇതിന്റെ ഡ്രോപ്പും 6 വോൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള V1 ഉം V2 6 വോൾട്ട് ആണ്. മനസ്സിലായല്ലോ? നമുക്ക് ലാസ്റ്റ് എക്സും വൈയും 6 വോൾട്ട് കിട്ടി. ഇത് 6 വോൾട്ട്, ഇത് 6 വോൾട്ട്. അപ്പൊ ഈ 2 ohm കൂടെ പോകുന്ന കറണ്ട് എന്താണ്? 6 - 6/2 0 ആണ്. ഓക്കെ, വാട്ടെവർ, നമുക്ക് അത് ആവശ്യമില്ല. നമുക്ക് V1 ഉം V2 കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 6 വോൾട്ട്. അപ്പൊ ഇവിടെ 12 വോൾട്ട്, ഇവിടെ 6 വോൾട്ട്. അപ്പൊ റെസിസ്റ്റൻസ്, മേലത്തെ റെസിസ്റ്റൻസ് സംബന്ധിച്ചിട്ട് 12 വോൾട്ട് നിന്ന് 6 വോൾട്ടിലുള്ള കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ 12 - 6/2. 6/2 3 ആംപിയർ ഫ്ലോ ചെയ്യും. 3 ആംപിയർ ഫ്ലോ ചെയ്യുമ്പോൾ V1 എത്രയാണ്? 3 ആംപിയർ into 2 ohm 6 വോൾട്ട്. അതുപോലെ ഇവിടെ 6 വോൾട്ട് വരും. ഇവിടെ 6 വോൾട്ട്, y 6 വോൾട്ട്. ഇവിടെ 0 ഗ്രൗണ്ട് അല്ലേ? അപ്പൊ ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാ? 6/2 3 ആംപിയർ. അപ്പൊ V2 എന്താണ്? ഈ 2 ohmന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അത് എത്രയാണ്? റെസിസ്റ്റൻസ് ഇൻടു കറണ്ട് ആണ്. അപ്പോൾ 6 വോൾട്ട് ആണ്. നമ്മുടെ ആൻസർ 6 വോൾട്ട് ആണ് ആൻസർ. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. മെഷ് അനാലിസിസ് ഒക്കെ വെച്ച് ചെയ്താൽ ഇവിടെ ഒരു I1 I2 I3 ഒക്കെ എടുത്ത് ചെയ്യാം. ഇതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കൻ ഓൾവേസ് ആസ്ക്.